ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരു അമ്മ വീട്ടിൽ വരെ പോവാണേ. പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്പാടി മറന്നു വെച്ച വാച്ചിനെ പറ്റി ഓർത്തത്. അപ്പം ഞാൻ അവൻ്റെ വാച്ചെടുത്ത് എൻ്റെ കയ്യിലൊക്കെ ഇട്ട് ഞങ്ങൾ ബസ് കയറാനായിട്ട് പോയേ. ബസ് പോയാലെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം നടക്കുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി അടൂരെത്തിയതിന് ശേഷം ഞങ്ങൾ കടയിൽ കയറി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അമ്മ വീട്ടിലെത്തിയ ഉടനെ ഡ്രസ്സൊക്കെ മാറി കളിക്കാൻ തുടങ്ങി പിള്ളേരവിടെ. അപ്പോൾ ഇതാ അവിടെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ ഓടിച്ച് കളിക്കുന്ന കണ്ടുകൊണ്ട് നിന്ന്. പിന്നെ മഞ്ചാടിയുടെ കുറച്ച് ക്യൂട്ട് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ കുഞ്ഞാവയും മഞ്ചാടിയും കൂടെ കുറച്ച് നേരം അതിനകത്തിരുന്ന് കളിക്കുമായിരുന്നു. പിന്നെ വൈകാശിയും കേശുവും കാശിയും എല്ലാവരും വന്നായിരുന്നേ. പിന്നെ ഇവിടെ അപ്പൂപ്പൻ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് കായ്ച്ചിരിക്കുന്ന കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് അമ്പഴങ്ങ. ഇത് കുഞ്ഞു ചെടിയായിട്ട് തന്നെ ഇതിനകത്ത് നിറയെ കായകളുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിനകത്ത് കുറച്ച് പൂവൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പൂവിൽ നിറച്ച് തേനീച്ചകളായിരുന്നേ. ഇതിനകത്ത് ഒത്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂവുകളും അതുപോലെ തന്നെ കായ്കളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇതിനകത്ത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവാണ് ഇത്, ഈ മഞ്ഞ കളറിൽ കാണുന്നത്. അതിനകത്ത് നിറച്ച് തേനീച്ചകളുണ്ടായിരുന്നേ. ഈ പൂവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതാ ഈ കായ പഴുക്കാറായിട്ടുണ്ടായിരുന്നേ. ഇതൊരു 2-3 ദിവസത്തിനകം പഴുക്കുമായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതാ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആ പൂ കരിയുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് ചെറിയൊരു കായ വരുന്നതും. ഇതിന് മുമ്പ് നമ്മൾ ആ കണ്ട പച്ചക്കായാണ് ഇതാ ഇങ്ങനെ പഴുത്തിട്ട് നിൽക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നേ, അതുകൊണ്ട് നമ്മളിന്ന് തിരിച്ചു പോവാണേ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞ് കുരിശി കയറ്റുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളെ കസിൻസൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളെ ക്യൂട്ടിയായിട്ട് കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഇരുന്നും കിടന്നും നിന്നും എല്ലാം ഞങ്ങൾ ഫോട്ടോസ് എടുത്തായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫോട്ടോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.